Assalamu Alaikum. Hello dear students. So now we are learning chemistry. Okay, from the science, our chapter name is fiber to fabric, and it is the lesson from the chemistry. In the previous class we mentioned about that the chapter is from the chemistry, and the first two chapters are from biology. So in this chapter is from the chemistry. Chemistry is part of what is our chapter name? Fiber to fabric. So in the previous class we were discussed about the wool, different types of wools used in different states in India. നമ്മൾ previous class different wools ne kurichana discuss cheythathu. Where we get the wool we get from the sheep, camel, then different ആയിട്ടുള്ള കുറേ ആനിമൽസിൻ്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ. വൂളിൽ ക്യാമലിൽ നിന്നും അതുപോലെ ഗോട്ടിൽ, ഷീപ്പിൽ നിന്നൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് വൂൾസ് കിട്ടുന്നുണ്ട് അല്ലേ. So in this class we are going to discuss about different process behind the wool. ആ വൂൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള കുറേ പ്രോസസ്സുകളുണ്ട്. So in this class we are going to discuss about that. Okay, from fibers to wool. Then rearing and breeding of sheep. നമുക്കറിയാം, നമുക്ക് ഈ വൂള് കിട്ടുന്നത് എവിടെ നിന്നാണ്? from where we get this wool mainly the wool get from the ഷീപ്പിൽ ക്യാമലിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്, വേറെ ഡിഫറെൻറ്റ് ആനിമൽസിൽ നിന്ന് കിട്ടാറുണ്ട്. ബട്ട് മെയിൻലി വി ഗെറ്റ് ദ വൂൾ ഫ്രം ദ ഷീപ്പിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് എന്ത് കിട്ടുന്നത്? വൂള് കിട്ടുന്നത്. ഓക്കെ, സോ റിയറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ വളർത്തുന്നല്ലേ, ഷീപ്പിനെ എന്ത് ചെയ്യുന്നു? അവർ റിയറിങ് ആൻഡ് ബ്രീഡ് ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ. ഈ വൂള് കിട്ടണമെങ്കിൽ ചുമ്മാ ചെന്നിട്ട് നമ്മൾ ഷീപ്പിൻ്റെ അടുത്ത് കുറച്ച് വൂള് വരുമെന്ന് വെച്ചാൽ അതിനകത്ത് വൂളുണ്ട്, ബട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് വൂള് കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ചില പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് ഫീഡ് ചെയ്യണം, അതിനെ ബ്രീഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പം ഇഫ് യു ട്രാവൽ ടു ദ ഹിൽസ് ഇൻ ജമ്മു കാശ്മീരിൽ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ, പിന്നെന്താണ് അരുണാചൽ പ്രദേശ്, സിക്കിം, അങ്ങനെയുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ട് ചെന്നാൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ സൈറ്റ് അല്ലേ, ഒരു കാഴ്ചയുണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായിരിക്കും അവിടുത്തെ കാഴ്ചയെന്ന് പറയുന്നത്? ദ ഷീപ്പ് ടേക്കിംഗ് ദെയർ ഹെഡ്സ് ഓഫ് ഷീപ്പ് ഫോർ ഗ്രേസിങ്. ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദ ഷെപ്പേർഡ്സ് ടേക്കിംഗ് ദെയർ ഹെർബ്സ് ഓഫ് ഷീപ്പ് ഫോർ ഗ്രേസിങ്. അപ്പം ഈ കൂട്ടത്തോടെ ആടുകളെ, ഷീപ്പിനെ എന്ത് ചെയ്യുന്നു? ഗ്രേസ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നു അല്ലേ. വി ക്യാൻ സീ ദ സൈറ്റ് ദെയർ. നമുക്ക് അവിടെ ആ ഒരു സൈറ്റ് കാണാൻ പറ്റും, ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യുന്നു? ദേ ടേക്ക് ദ ഷീപ്പ് ഫോർ ഗ്രേസിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. ആൻഡ് അപ്പാർട്ട് ഫ്രം ഗ്രേസിങ്, ഷീപ്പ് റിയറേഴ്സ് ആൾസോ ഫീഡ് ദം ഓൺ എ മിക്സ്ചർ ഓഫ് പൾസസ് അല്ലേ. എന്ത് ചെയ്യുന്നു? അതിനെ ഗ്രേസ് ചെയ്യാൻ മീൻസ് എന്താ? പുല്ല് പിന്നെ ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദ ഗ്രേസിങ് കൂടാതെ തന്നെ ഈ ഷീപ്പിന് എന്തും പ്രൊവൈഡ് ചെയ്യുന്നു? ദേ പ്രൊവൈഡ് പൾസസ്, ജോവർ, ഓയിൽ കേക്ക്സ്, അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നു? ഓയിൽ കേക്ക്സും ജോവറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഷീപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഫ്ലീസ് ഓഫ് ദ ഷീപ്പിൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു? അതിനെ ഗ്രേസ് ചെയ്യിപ്പിക്കുന്നു. ദ ഷീപ്പേർഡ് ഗ്രേസ് ദ ഷീപ്പ് ആൻഡ് ഫീഡ് ഓൾസോ. ഫീഡ് ചെയ്യുന്നു അല്ലേ, അതിനെ ഗ്രേസ് ചെയ്യുന്നു. അതിന് അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിനെ ഫീഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ വൂൾ ഫ്രം ദ ഷീപ്പിൽ നിന്നുള്ള വൂളിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, and in winter sheep are kept indoors and fed on leaves, grain and dry fodder. അതായത് വിൻ്ററിൻ്റെ സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? ഇൻ വിൻ്റർ സീസൺ എന്ത് ചെയ്യുന്നു? ഷീപ്പ് ആർ കെപ്റ്റ് ഇൻഡോഴ്സ് ആൻഡ് ഫെഡ് ഓൺ ലീവ്സ്. പുറത്തോട്ടൊന്നും കൊണ്ടുവന്നില്ല, ഗ്രേസ് ചെയ്തേ അവർ എന്ത് ചെയ്യത്തില്ല, പുറത്തോട്ട് ഇൻഡോഴ്സിലോട്ട് അല്ലെങ്കിൽ ഔട്ട്ഡോഴ്സിലോട്ട് കൊണ്ടുപോകത്തില്ല. ഫോർ ദ ഗ്രേസിങ് പർപ്പസ് ദേ ഡോണ്ട് ബ്രോഡ് ദം ടു ദ ഗ്രേസിങ് ഫീൽഡിൽ കൊണ്ടുപോകത്തിൽ. എന്ത് ചെയ്യും? അത് ഇൻഡോറിൽ വെച്ചിട്ട് തന്നെ അതിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നു അല്ലേ. സോ ആൻഡ് ഇൻ വിൻ്റർ ഷീപ്പ് ആർ കെപ്റ്റ് ഇൻഡോഴ്സ് ആൻഡ് ഫെഡ് ഓൺ ലീവ്സ്, ഗ്രെയിൻ ആൻഡ് ഡ്രൈ ഫോഡർ. അപ്പം വിൻ്റർ സീസണിൻ്റെ സമയത്ത് അതിനെ എന്ത് ചെയ്യുന്നില്ല, അതേ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അതിനെ പുറത്തോട്ട് കൊണ്ടുപോകാതെ എന്ത് ചെയ്യുന്നു? അതിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നു. ഇൻഡോഴ്സിൽ വെച്ചിട്ട് തന്നെ അതിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ദർ ആർ സോ മെനി തിങ്സ് ലുക്ക് ബൈ ദ ഫാമേഴ്സ് ഇൻ ദ ഷീപ്പ്. അവർ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഷീപ്പ് ആർ റിയർഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി ഫോർ ദ വൂൾ. So the shepherds keeps the sheep for the wool in different countries.
രാജ്യത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൂളിന് വേണ്ടിയിട്ട് ഷീപ്പിനെ റിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ്, certain breeds of sheep have thick coat of hair on their body. ചില ഷീപ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ സം ഷീപ്സ് ദർ ആർ thick coat of hair. ചില ഷീപ്പിൽ എന്താ ഉണ്ട്, ഒരു തിക്ക് കോട്ടുണ്ട്, ഹെയർ, ഒരുപാട് ഹെയർസ് ആയിട്ടുള്ള, ഹെയറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇൻ സം ഷീപ്സ് ദർ ആർ സോ മെനി ഫ്ലീസ് ഇൻ ദ ബോഡിയിൽ ഒരുപാട് ഫ്ലീസ് അല്ലെങ്കിൽ ഹെയർസ് ഉണ്ട് അല്ലേ. സോ അങ്ങനെയുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫാമേഴ്സ് ഓൾവേസ് സെലക്ട് ദ ഷീപ്പ്, എന്താണ്, ദാറ്റ് കൈൻഡ് ഓഫ് ഷീപ്പ് ദ ഫാമേഴ്സ് സെലക്ട്. അങ്ങനെയുള്ള ഷീപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫാമേഴ്സ് സെലക്ട് ചെയ്യുന്നത്. സോ ഇഫ് ദ ഷീപ്പ് കണ്ടെയ്ൻ മോർ ഹെയർസ് they get more benefits അല്ലേ. ഇപ്പം എന്താ, ഒരുപാട് ഹെയർസ് ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടത്തില്ലേ. സോ ദാറ്റ് വൈ ദേ സെലക്ട് ദ ഷീപ്പ് വിത്ത് മോർ ഹെയർസ്. ഓക്കെ, ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദീസ് ഷീപ്സ് ആർ സെലക്റ്റീവ്ലി ബ്രീഡ് വിത്ത് വൺ പേരൻറ്റ് ഷീപ്പ്, ഗുഡ് ബ്രീഡ്, നല്ല ബ്രീഡ് ഉള്ളതിനെ എന്ത് ചെയ്യുന്നു, പരസ്പരം ബ്രീഡ് ചെയ്യിപ്പിക്കുന്നു. നല്ല ബ്രീഡിലുള്ളതിനെ, നല്ല വർഗ്ഗത്തിൽ പെട്ടതിനെ എന്ത് ചെയ്യുന്നത്, ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് എ റിയർഡ് ഷീപ്പ് ഹെയർ ഡെവലപ്ഡ് തിക്ക് ഗ്രോത്ത് ഓഫ് ഹെയർ ഷേവ്ഡ് ഫോർ ദ ഗെറ്റിംഗ് വൂള്. നമുക്കറിയാം ഇതിനെന്ത് ചെയ്യുന്നു, ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ നമ്മുടെ എന്താണ്, വെൻ വി കൺസിഡർ ദ അവർ ഹെഡ്, നമ്മുടെ ഹെഡ് തന്നെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഷേവ് ദ ഹെയർ, വി റിമൂവ് ദ ഹെയർ ഫ്രം ദ ഹെഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗ്രോ അല്ലേ. നമ്മൾ ഷേവ് ചെയ്താൽ എന്ത് ചെയ്യുന്നത്, പിന്നീട് കിളിച്ചു വരുന്നു അല്ലേ, അത് ഗ്രോ ചെയ്യുന്നു. ലൈക്ക് ദാറ്റ് ഇൻ ഷീപ്പ് ഓൾസോ വെൻ വി റിമൂവ് ദ ഹെയർ ഫ്രം ദ ഷീപ്പ് ഇറ്റ് ഓൾസോ ഗ്രോ. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇറ്റ് ഗ്രോസ് അഗെയിൻ. ഇത് എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. ഷീപ്പ് നിന്ന് ഈ ഹെയർ റിമൂവ് ചെയ്താൽ ഇത് എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. സോ പ്രോസസ്സിങ് ഫൈബേഴ്സ് ഇൻ ടു വൂള്. ഫൈബേഴ്സിൽ നിന്ന് എങ്ങനെയാണ് വൂള്, വി നോ ദാറ്റ് ഫ്രം ദ ഫൈബേഴ്സ് വി ഗെറ്റ് ദ വൂള്. സോ പ്രോസസ്സിങ് ഓഫ് ഫൈബേഴ്സ് ഇൻ ടു വൂള്, വൂളിൽ നിന്ന് എന്താണ്, എങ്ങനെയാണ് ഫൈബേഴ്സിൽ നിന്ന് വൂള് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് the processing of fibers from the wool, the processing of fibers into wool, fibers in a wool, how to transform fibers into wool, fibers in a wool ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. there are certain process behind it. okay, so എന്താണ് ആ പ്രോസസ്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. okay, so first of all, the wool which is used for knitting, sweaters, for weaving shawls is finished product of long process. നമ്മൾ സ്വെറ്റേഴ്സ് ആയിട്ട് we get the sweaters from the wool. wool നിന്ന് നമുക്ക് സ്വെറ്റേഴ്സ് കിട്ടുന്നു. സോ എന്താണ്, there are certain process, there are long process behind it. ഇതിൻ്റെ പിറകിൽ എന്തോ ഉണ്ട്, ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അല്ലേ. so the first process is in step 1. okay, എന്തൊക്കെയാണ് നമ്മൾ, what are the steps involved for the conversion of fibers into wool. The first step is the fleece of the sheep along with a thin layer of skin is removed from the body. The process is called shearing. അതായത് എന്താണ്, the fleece of the sheep, ഷീപ്പിൻ്റെ ഫ്ലീസ് എന്ത് ചെയ്യുന്നു, ഷീപ്പിൻ്റെ ഫ്ലീസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നിനോടൊപ്പം, സ്മോൾ സ്കിന്നിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, the fleece of the sheep along with a thin layer of the skin is removed from the body. എന്താണ്, അതിൻ്റെ സ്കിന്നിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഹെയർ റിമൂവ് ചെയ്യുന്നു ഫ്രം ദ ബോഡി. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഷിയറിംഗ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഷിയറിംഗ്. ഷിയറിംഗ് മീൻസ് വാട്ട്, ഷിയറിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് എന്താണ്, ഫ്ലീസ് ഓഫ് ദ ഷീപ്പ് അലോങ് വിത്ത് തിൻ ലെയർ ഓഫ് സ്കിന്നിൻ്റെ ആ തിൻ ലെയറും കൂടെ എന്ത് ചെയ്യുന്നു, അതിനോടൊപ്പം നമ്മൾ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഷിയറിംഗ്. സോ ദ ഫസ്റ്റ് പ്രോസസ് ഈസ് വാട്ട്, ദ ഫസ്റ്റ് പ്രോസസ് ഈസ് ഷിയറിംഗ്. and the process is called as shearing. So machines similar to those of by barbers are used to shave off the usually. നമ്മളെ ബാർബേഴ്സിൻ്റെ എന്താണ്, the machine is like in the barber's hand. ബാർബേഴ്സിൻ്റെ കയ്യിലുള്ള മെഷീൻസ് പോലത്തുള്ള മെഷീൻസ് ആണ് we used for shearing purpose. we used for എന്താണ്, ഷിയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന നമ്മൾ ഏതാണ്, ഈ ബാർബേഴ്സിൻ്റെ കയ്യിലുള്ള പോലെ തന്നെ ഉള്ള മെഷീൻസ് ആണ്. ഓക്കെ, സോ for the first process is shearing. what is the shearing process? in the shearing process we remove the fleece from the skin of the എന്താണ്, ഗോട്ട് അല്ലേ. നമ്മൾ ഷീപ്പിൻ്റെ സ്കിന്നിനോടൊപ്പം, തിൻ സ്കിന്നിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ആ ഹെയറും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോസസ് കോൾഡ്, ദ പ്രോസസ് ഈസ് കോൾഡ് ഷിയറിംഗ്. അപ്പം എന്താണ്, ഇൻ ഷിയറിംഗ് പ്രോസസ് ദേ ഡോണ്ട് ഫെൽറ്റ് എനി പെയിൻ ഒന്നും തോന്നത്തില്ല. ബിക്കോസ് എന്താണ്, നമ്മുടെ തലയിൽ നിന്ന് എങ്ങനെയാണോ ഹൗ വി റിമൂവ് ദ ഹെയർ ഫ്രം ദ ഹെഡ്, ലൈക്ക് ദാറ്റ് വി റിമൂവ് ദ ഹെയർ ഫ്രം ദ ഷീപ്പ് ഓൾസോ. അതുപോലെ തന്നെയാണ് ഷീപ്പിൽ നിന്നും ഈ ഹെയർ റിമൂവ് ചെയ്യുന്നത്. സോ ദേ ഡോണ്ട് ഫെൽറ്റ് എനി പെയിൻ. ആൻഡ് ദിസ് ഷിയറിംഗ് ഈസ് ഡൺ ഇൻ ദ
ഹോട്ട് സീസണിൻ്റെ ടൈമിലാണ് ഷിയറിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ദ ഷിയറിംഗ് പ്രോസസ് ഡൺ ഇൻ ദ ഷിയറിംഗ് പ്രോസസ് ഡൺ ഇൻ ദ ഹോട്ട് വെതർ, അല്ലെങ്കിൽ ഹോട്ട് ക്ലൈമറ്റിലാണ് ഷിയറിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ബിക്കോസ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വിൻ്റർ സീസണിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ആ ക്ലൈമറ്റ് ദേ കാൺ സർവൈവ് ദ ക്ലൈമറ്റ്. ബിക്കോസ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, ഷിയറിംഗ് പ്രോസസ് ഈസ് ഡൺ ഇൻ ദ ഹോട്ട് സീസണിലാണ് ഈ ഷിയറിംഗ് പ്രോസസ്സ് നടത്തുന്നത്. സോ ദേ ഫെൽറ്റ് എനി ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ഡിസ്റ്റർബൻസ് ഒന്നും തോന്നത്തില്ല. പിന്നെ ദർ ഈസ് എ ഫംഗ്ഷൻ ഫോർ ദ ഫ്ലീസ്. ആ ഫ്ലീസ് അല്ലെങ്കിൽ ഹെയർസിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ദേ കീപ് ദ ബോഡി വാം ഓൾവേസ്. ഈ ഹെയർ ആണ് എന്ത് ചെയ്യുന്നത്, വാം ആയിട്ട് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, therefore the shearing process is done in the hot condition. So the first process is shearing. Okay, and there is step 2. Step 2 il what is the processing there? Scouring. The second process is scouring. In step 2 the process is that scouring. Endana scouring? What is scouring? The sheared skin with the hair is thoroughly washed in tanks to remove the grease, dirt and dust. എന്താണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഈ ഷിയേർഡ് സ്കിൻ വി റിമൂവ് ദ സ്കിൻ ത്രൂ ദ പ്രോസസ് ഓഫ് ഷിയറിങ്. അപ്പോൾ ഷിയേർഡ് സ്കിൻ എന്ത് ചെയ്യുന്നു, ദ ഷിയേർഡ് സ്കിൻ വിത്ത് ഹെയർ ഈസ് തറൗലി വാഷ്ഡ് ഇൻ ടാങ്ക്സിൽ എന്ത് ചെയ്യുന്നു, ഇതിനെ തറൗലി വാഷ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ വാഷ് ചെയ്യുന്നു. ആൻഡ് ടു റിമൂവ് ദ ഡസ്റ്റ്, ഡേർട്ട്. എന്തൊക്കെ റിമൂവ് ചെയ്യാനാ, ഡസ്റ്റ്, ഡേർട്ട് ആൻഡ് ഗ്രീസ്. ഓക്കെ, ഡസ്റ്റ്, ഡേർട്ടും ഗ്രീസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് പ്രോസസ് വി അഡോപ്റ്റ്, സ്കൗറിങ്. സോ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സ്കൗറിങ്? ദ ഷിയേർഡ് സ്കിൻ വിത്ത് ഹെയർ ഈസ് തറൗലി വാഷ്ഡ് ഇൻ ടാങ്ക്സ് ടു റിമൂവ് ദ ഗ്രീസ്, ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് സ്കൗറിങ്. സോ ദ സെക്കൻഡ് പ്രോസസ് ഈസ് വാട്ട്? ദ സെക്കൻഡ് പ്രോസസ് ഈസ് സ്കൗറിങ്. നൗഡേയ്സ് സ്കൗറിങ് ഈസ് ഡൺ വിത്ത് ഹെൽപ്പ് ഓഫ് മെഷീൻസ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സ് തന്നെ അവർ ഹാൻഡ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. ദെൻ nowadays the process is done with the help of machines. So the second process is what? Scouring. The first process is shearing. And in step 3 there is a process called what? The process is sorting. So the process is what? The third process is sorting. So what is the process of sorting? After scouring, the second step is scouring. After the scouring, sorting is done. So the hair is sent to a factory where hair of different textures are separated or sorted. ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഈ ഹെയറിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് തേർഡ് പ്രോസസ് ഈസ് സോർട്ടിങ്. സോ ദ സ്കൗർഡ് ഹെയർ, അല്ലെങ്കിൽ സ്കൗർ ചെയ്തതിനു ശേഷം ഹെയർ എന്ത് ചെയ്യുന്നു, ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്, ആഫ്റ്റർ സ്കൗറിങ് സോർട്ടിങ് ഈസ് ഡൺ. ദ ഹെയർ സ്കിൻ ഈസ് സെൻഡ് ടു എ ഫാക്ടറി ആൻഡ് where hair of different textures are separated or sorted. Then sort ചെയ്യുന്നു, ഈ അത് ഹെയറിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഇൻ ദ തേർഡ് പ്രോസസ്. ഓക്കെ, ആൻഡ് ഇൻ സ്റ്റെപ്പ് 4 എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് 4 പ്രോസസ്സിന് പേര് എന്താണ്, ദ സ്മാൾ ഫ്ലഫി ഫൈബേഴ്സ് കോൾഡ് ബേഴ്സ്. എന്താണ് പ്രോസസ്സ് അല്ല, ബേഴ്സ് എന്ന് പറയും. അതായത് ഈ ഹെയർസിൽ എന്താണ്, സ്മാൾ ഫ്ലഫി ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ദ സ്മാൾ ഫ്ലഫി ഫൈബേഴ്സ് കോൾഡ് വാട്ട്? ബേർ. BURRS. So the small fluffy fibers called the burrs are picked out from the hair. Hairil ninnulla small fluffy fibers undu. So that small fluffy fibers are called the burrs, and the burrs is the small fluffy burrs are picked out from the hair. Hairil ninnu ee small fluffy fibers aayittulla burrs endu cheyunu, remove cheyunu. Okay, appalengil endu cheyunu, adu picked out cheyunu. These are the same burrs which sometimes appear on your sweaters. നമ്മൾ സ്വെറ്റേഴ്സിൽ കാണപ്പെടുന്ന എന്താണ് ആ ഫ്ലഫി ആയിട്ടുള്ള ഫൈബേഴ്സ് ഇല്ലേ, ദാറ്റ് ഫൈബേഴ്സ് ആർ ദ ബേഴ്സ്. അപ്പോൾ അതിനെയാണ് ആ സ്മാൾ ഫ്ലഫി ഫൈബേഴ്സ് ആർ അതർവൈസ് കോൾഡ് ദ ബേഴ്സ്. ഓക്കെ, ബേഴ്സ് എന്നാണ് പറയുന്നത്. ദ ഫൈബേഴ്സ് ആർ സ്കോർഡ് അഗെയിൻ ആൻഡ് ഡ്രൈഡ്. വീണ്ടും സ്കോർ ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ദ വൂൾ റെഡി ടു ഡ്രോൺ ഇൻ ടു ഫൈബേഴ്സ്. ഇപ്പം എന്ത് ചെയ്യുന്നു, ഈ വൂള് ഫൈബേഴ്സ് ഉണ്ടാക്കാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ദിസ് ഇസ് ദ വൂൾ റെഡി ടു ബി ഡ്രോൺ ഇൻ ടു ഫൈബേഴ്സ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫൈബേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇൻ സ്റ്റെപ്പ് 4 എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് 4 ദ സ്മാൾ ഫ്ലഫി ഫൈബേഴ്സ് കോൾഡ് ബേഴ്സ് ആർ പിക്ഡ് ഔട്ട് ഫ്രം ദ ഹെയർ. ഈ സ്മാൾ ഫ്ലഫി ഫൈബേഴ്സ് ആയിട്ടുള്ള ബേഴ്സിനെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പിക്ഡ് ഔട്ട് ചെയ്യുന്നു.
And in step 5 there is also step 5. In step 5 എന്താ ചെയ്യുന്നത്? What is in step 5? Step 5 ൽ എന്താണ്? In step 5 the fibers can be dyed. Dye ചെയ്യുന്നു അല്ലേ? In the step 5 the fibers can be dyed. Dye means എന്ത് ചെയ്യുന്നു? അതിനെ കളർ ചെയ്യുന്നു. ഇപ്പോൾ സ്വെറ്റേഴ്സിന് നമുക്കറിയാം ബ്ലാക്ക് ഷീപ്പ്, വൈറ്റ് ഷീപ്പ് അങ്ങനെയുള്ള ഷീപ്സ് ആണ്, അല്ലെങ്കിൽ ബ്രൗൺ ഷീപ്പൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡൈ ചെയ്യാം, അതിനെ കളർ ചെയ്യാം. സോ ഇൻ സ്റ്റെപ്പ് 5 ഇറ്റ് ഡൈ എന്ത് ചെയ്യുന്നു? അതിനെ കളർ ചെയ്യുന്നു. ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഡൈ ചെയ്യുന്നു. ആൻഡ് ഇൻ സ്റ്റെപ്പ് 6 ദ ഫൈബേഴ്സ് ആർ സ്ട്രെയിറ്റൻഡ്, കോംഡ് ആൻഡ് റോൾഡ് ഇൻ ടു യാൺ. ഓക്കെ, ഇൻ സ്റ്റെപ്പ് 6 എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ സ്റ്റെപ്പ് 6 അതിനെ കോംബ് ചെയ്യുന്നു അല്ലേ? കോംബ് ചെയ്യുന്നു, ദെൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നു. എന്തിനെയാണ്? ഈ ഫൈബേഴ്സിനെ നമ്മൾ കോംബ് ചെയ്യുന്നു, സ്ട്രെയിറ്റൻ ചെയ്യുന്നു അല്ലേ? കോംബ് ചെയ്യുന്നു, സ്ട്രെയിറ്റൻ ചെയ്യുന്നു, കോംബ്ഡ് ആൻഡ് റോൾഡ് ഇൻ ടു യാൺ. പിന്നീട് അതിനെ എന്താക്കി മാറ്റുന്നു? യാൺ, നൂലാക്കി. ഫ്രം ദ ഫൈബേഴ്സ് ഇറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു യാൺ, ത്രെഡ് അല്ലേ? യാൺ മീൻസ് എന്താണ്? ത്രെഡ് അല്ലെങ്കിൽ യാണാക്കി മാറ്റുന്നു. ഈ ത്രെഡ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ സ്വെറ്റേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? സ്വെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഈ ഫൈബേഴ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ദീസ് ആർ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്സിങ് ഓഫ് ഫൈബേഴ്സ് ഇൻ ടു വൂൾ. ഫൈബേഴ്സിനെ വൂളാക്കി മാറ്റുന്ന ഇത്രയും പ്രോസസ്സ് വഴിയാണ്. അങ്ങനെയാണ് നമ്മൾ സ്വെറ്റേഴ്സും ക്ലോത്ത്സും ഒക്കെ എന്താണ് ഈ വൂൾ വെച്ചിട്ടുള്ള ക്ലോത്തൊക്കെ ഉണ്ടല്ലോ അല്ലേ? റെയിനി സീസണിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇൻ കാശ്മീർ, ജമ്മുവിലും കാശ്മീരിലും ഒക്കെ എന്താണ് ദേ യൂസസ് ദിസ് സ്വെറ്റേഴ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് ക്ലൈമറ്റ്. അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഭയങ്കര എന്താണ് ഹ്യൂമിഡ് അല്ലെങ്കിൽ എന്താണ് വിൻ്റർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആണ്. സോ ദി യൂസസ് ദ സ്വെറ്റേഴ്സ്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഉണ്ട് ഇതിന് പിന്നിൽ അല്ലേ? ആൻഡ് ദ ലോങ്ങർ ഫൈബേഴ്സ്, ഇതിനകത്ത് ലോങ്ങർ ഫൈബേഴ്സും കാണും, ഷോർട്ടർ ഫൈബേഴ്സും കാണും. സോ ദ ലോങ്ങർ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ടു നിറ്റ് ദ സ്വെറ്റേഴ്സ്. അതിനകത്ത് ലോങ്ങർ ഫൈബേഴ്സ് എന്തിനു ഉപയോഗിക്കുന്നു? സ്വെറ്റേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ആൻഡ് ദ ഷോർട്ടർ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ടു സ്പണ്ട, എന്താണ് ക്ലോത്ത്, വുള്ളൻ ക്ലോത്ത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. Okay, so these are the process in the process of fibers into wool. So first step is shearing. Shearing means shear ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിമൂവ് ചെയ്യുക. ഹെയർ എന്താണ് സ്മോൾ അതിനകത്തുള്ള ഹെയർസ് റിമൂവ് ചെയ്യുന്നു. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഷിയറിങ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്കൗറിങ്. സ്കൗറിങ് എന്താണ്? ഡസ്റ്റും ഡേർട്ടും ഗ്രീസും ഒക്കെ റിമൂവ് ചെയ്യുന്നു. വലിയ ടാങ്കിലാക്കിയിട്ട് ഡസ്റ്റും ഡേർട്ടും ഗ്രീസും ഒക്കെ റിമൂവ് ചെയ്യുന്നു. ഇൻ സ്റ്റെപ്പ് 3 സോർട്ടിങ് ഈസ് ഡൺ. സ്റ്റെപ്പ് 3 എന്താ ചെയ്യുന്നത്? സോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? സോർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ്, ഹെയർസിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇൻ സ്റ്റെപ്പ് 4 ദ സ്മോൾ പ്ലഫി, നല്ല പ്ലഫി ആയിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്ത് ഫ്ലഫി സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്ലഫി ഫൈബേഴ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ബേഴ്സ്. ആൻഡ് ദ ബേഴ്സ് ഈസ് പിക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് റെഡി ഫോർ ദ വൂൾ. ദെൻ സ്റ്റെപ്പ് 5 എന്ത് ചെയ്യുന്നു? ഡൈ ചെയ്യുന്നു, കളർ ചെയ്യുന്നു. ഇൻ സ്റ്റെപ്പ് 6 ഇതിനെ എന്ത് ചെയ്യുന്നു? കോംബ് ചെയ്യുന്നു. ഇറ്റ് കോം, സ്ട്രെയിറ്റൻ and it is converted into yarn ആക്കി മാറ്റുന്നു. And the longer fibers are used to sweat the sweaters and the shorter fibers are used to the woolen clothes. So these are the process involved to convert the fibers into wool. Okay, so hope you have understand this process. So in this class we were discussed about the processing of fibers into wool. In the next class we will discuss about another section also. Now we can wind up the class. Thank you.